അതിലേക്ക് ആംബുലൻസ് ഈ രാജ്യനാളത്തിന്റെ കീഴിലായി ആംബുലൻസ് സംസ്കൃത ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അണിനിരക്കണം. വൈദ്യമാർ ശ്രദ്ധിക്കുക. ഈ പറയുന്ന ക്രമമനുസരിച്ച് തന്നെ ഈ ഘോഷയാത്ര ഈ മൈതാനത്തിന് പുറത്തേക്ക് കടന്നുപോകാൻ അഭ്യർത്ഥിക്കുന്നു. ബാരിക്കേഡിനുള്ളിൽ ആളുകൾ കൂട്ടം കൂടി നിന്ന് ഘോഷയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കരുത്. ഗവൺമെന്റ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കീഴിലായി ഗവൺമെന്റ് പാലസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിനിരക്കണം. കുട്ടികളുമായി വന്നിട്ടുള്ള അധ്യാപകർ ശ്രദ്ധിക്കണം. പറയുന്ന ക്രമമനുസരിച്ചാണ് ഇത് ക്രമീകരിക്കേണ്ടത്. ഗവൺമെന്റ് പാലസ് സ്കൂളിലെ കീഴിലായി ഗവൺമെന്റ് ബോയ്സ് VHSC ഇതിലെ കടന്നു വരാനുള്ള വഴിയൊന്നും ഒരുക്കി കൊടുത്ത് അവർക്ക് അല്പം ഒന്ന് പുറകിലേക്ക് സഹകരിക്കണം. ആരും സഹകരിക്കണം. ഒത്തുകുടയേന്തിയ വനിതകൾ, കുടുംബശ്രീയുടെ വനിതകൾ, ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളുടെ പിന്നിലായി വീണ്ടും ആംബുലൻസ്. അതിന്റെ പിന്നിൽ CR രജത് ആൻഡ് പാർട്ടിയുടെ കളരിപ്പയറ്റ് അണിനിരക്കണം. ഹരിതകർമ്മസേന ഈ സ്റ്റേജിന്റെ മുന്നിലേക്ക് കടന്നു വരണം. ഹരിതകർമ്മസേന വരുന്നുണ്ട്. സ്കൂൾ, അതിന്റെ പിന്നിൽ സംസ്കൃത ഹൈസ്കൂൾ, പിന്നിലായിട്ട് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് പാലസ് സ്കൂൾ, ഗവൺമെന്റ് VHSCക്ക് പിന്നിലായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതിന്റെ പിന്നിലായി സെന്റ് ജോസഫ് CGHS, അതിന്റെ പിന്നിൽ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ. വീണ്ടും ആമ്പുല തെയ്യം തിറ ആ കലാരൂപങ്ങൾ അണിനിരക്കണം. കളരിപ്പയറ്റ് ഈ ഘോഷയാത്രകൾ പറയുന്നതനുസരിച്ച് മൈതാനം വിട്ട് പോകേണ്ടതാണ്. കെട്ടിവെച്ചിട്ടുള്ള ബാരിക്കേഡിന്റെ ഉള്ളിൽ ആരും കയറി നിന്ന് ഈ ഘോഷയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കരുത്. വളണ്ടിയർമാർ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നഗരസഭാ സെക്രട്ടറിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയ്ക്ക് നഗരസഭയിൽ ഒരു കാലാവസ്ഥയാണ് നമുക്ക് മുന്നിലുള്ളത്. എങ്കിലും മൂടിക്കെട്ടിയ ആകാശത്തിന് കീഴെ വർണ്ണങ്ങൾ വാരിവിതറി വർണ്ണോജ്വലവും പ്രൗഢഗംഭീരവുമായ തൃപ്പൂണിത്തുറയുടെ അഭിമാനമായ മതേതൃത്വത്തിന്റെ പ്രതീകമായ തൃപ്പൂണിത്തുറയുടെ അത്തം ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നാടും നഗരവും ഉണർത്തി പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ തൃപ്പൂണിത്തുറയുടെ തനതായ അത്തം, ആ അത്തത്തിന്റെ പരിപാവനത ഉണർത്തിക്കൊണ്ട് ഗതകാല സ്മരണകളിൽ കൊച്ചിയുടെ പ്രജാക്ഷേമ തൽപരരായ മഹാരാജാക്കന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഏറ്റവും പിന്നിലായി ചരിത്രവും പുരാതനവും എല്ലാം ഇഴചേർത്ത് വരുന്ന നവോത്ഥാനത്തിന്റെ പ്രതീകങ്ങളായ നിശ്ചല ദൃശ്യങ്ങൾ
ഇപ്പോൾ വൈക്കം റോഡിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ പിന്നിലായി ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ റെഡിയായി നിൽക്കുക. ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പിന്നിലായി ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പിന്നിലായി കലാകാരന്മാരുടെയും നാട്ടുകാരുടെയും ശുശ്രൂഷ സംവിധാനവുമായി ആംബുലൻസ് വാഹനം. അതിന്റെ പിന്നിലായി കളരിപ്പയറ്റ് CR രജത് ആൻഡ് പാർട്ടി കളരിപ്പയറ്റ് തയ്യാറായി നിൽക്കുക. സമയം ഒട്ടും നഷ്ടപ്പെടാതെ കൃത്യമായി പറയുന്നതനുസരിച്ച് ഈ ഘോഷയാത്രയിൽ അണിനിരന്നാൽ 3 മണിക്കൂർ കൊണ്ട് ഈ നഗരത്തിന്റെ മഹനീയമായ രാജപാതകളിലൂടെ കടന്നു വന്ന് തിരികെ ചരിത്രഗാഥകൾ ഉറങ്ങുന്ന സർക്കാർ മൈതാനിൽ എത്തിച്ചേരുവാൻ കഴിയും. കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. ഈ എല്ലാ ആനുകൂല്യങ്ങളും CR രജത് ആൻഡ് പാർട്ടിയുടെ അഗസ്ത്യ ഭാരത കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് നിൽക്കുവാൻ സൗകര്യമുള്ളത് ഘോഷയാത്ര കടന്നു പോകുന്ന ആ പാതയോരങ്ങളിൽ ബാരിക്കേഡിനുള്ളിൽ ആരും കടന്നിരിക്കുവാൻ പാടില്ല എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെന്റ് VHSCയിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ ഘോഷയാത്രയിൽ വേദിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. അതിന്റെ പിന്നിലായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കൃത്യമായി നിർവഹിച്ച് അവരോടൊപ്പം ഈ രാജകീയ നഗരത്തിന്റെ ഹൃദയഭാഗത്തോട് കടന്നു പോകുന്ന ഘോഷയാത്രയ്ക്ക് അപകുലമായി തടസ്സമില്ലാതെ കടന്നു പോകുവാൻ പാതയൊരുക്കുവാൻ സഹായിക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഘോഷയാത്രയിൽ ഗവൺമെന്റ് സെന്റ് ജോസഫ് CGHSലെ വിദ്യാർത്ഥികളാണ് കടന്നു പോകുന്നത്. സെന്റ് ജോസഫ് CGHS വിദ്യാർത്ഥികൾക്ക് പിന്നിലായി ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറായി നിൽക്കുക. ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ ഈ ഘോഷയാത്രയുടെ പകുതി പോലും ഇപ്പോഴും ഇവിടെ നിന്ന് പോകാൻ സാധ്യമായിട്ടില്ല. അല്പം കൂടി വേഗത കൂട്ടേണ്ടതാണ്. ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ അതിന്റെ പിന്നിലായി ശ്രദ്ധിക്കുക. സുവാഹനം അതിന്റെ പിന്നിൽ കടന്നു പോകണം. ആംബുലൻസ് വാഹനത്തിന്റെ പിന്നിലായി അഗസ്ത്യ ഭാരത കളരി സംഘം ജനതാൻ പാർട്ടിയുടെ കളരിപ്പയറ്റ് അണിനിരക്കണം. കളരിപ്പയറ്റിന്റെ പിന്നിലായി കോഴിക്കോട് ശ്രീനിവാസന്റെ തെയ്യം 2 മേളം 3. ശ്രദ്ധിക്കുക, കോഴിക്കോട് ശ്രീനിവാസന്റെ തെയ്യം 2 മേളം 3. അതിന്റെ പിന്നിൽ സുരേന്ദ്രൻ MAയുടെ തെയ്യം 2. അതിന്റെ പിന്നിലായി സുരേന്ദ്രൻ MAയുടെ മേളം 2. ശ്രദ്ധിക്കുക, ഒരു എൻഫീൽഡ് ബൈക്കിന്റെ താക്കോൽ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. തൃപ്പൂർ നഗരസഭയിലെ അത്തം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ആ താക്കോല് ഉടമയ്ക്ക് തിരികെ ലഭിക്കുന്നതാണ്. കോഴിക്കോട് ശ്രീനിവാസന്റെ യന്ത്രത്തിന്റെ കുരുത്തോല കൈവേല എന്തിയ സ്ത്രീകൾ മേളം
അതിന്റെ പിന്നിൽ ഐശ്വര്യ കലാസമിതി അനിൽ നീണ്ടൂർ അവതരിപ്പിക്കുന്ന കരകാട്ടമാറ് പമ്പാമേളം. ഐശ്വര്യ കലാസമിതിയുടെ കരകാട്ടം പമ്പാമേളം. അല്പം കൂടി വേഗത കൂട്ടണം. ഈ മൈതാനത്തു നിന്നും ഇപ്പോഴും പകുതി പോലും പുറത്തേക്ക് പോകുവാൻ സാധ്യമായിട്ടില്ല. ഈ നഗരം മതിയാക്കാം. തുടർന്ന് നമുക്ക് വഴിമതി. അടുത്തത് വിശാൽ കോട്ടയത്തിന്റെ വിളക്കാട്ടം. വിശാൽ കോട്ടയത്തിന്റെ വിളക്കാട്ടം. അതിന്റെ പിന്നിൽ പ്രിൻസ് ആനന്ദവല്ലിയുടെ ഷാജി പാപ്പാൻ വേഷം. ഷാജി പാപ്പാൻ, പാപ്പാൻ വരൂ, കടന്നു വരൂ. ഷാജി പാപ്പാൻ, പ്രിൻസ് ആനന്ദവല്ലിയുടെ ഷാജി പാപ്പാൻ വല്ല വരവ്. പ്രിൻസ് ആനന്ദവല്ലിയുടെ കൊട്ടക്കാവടിക്ക് പിന്നിൽ ജോസാൻ പാർട്ടിയുടെ ബാൻഡ് മേളം. തൃപ്പൂണിത്തോടെ തനതായ അഭിമാനമായ ജോസാൻ പാർട്ടിയുടെ ബാൻഡ് മേളം. കൊട്ടക്കാവടിയിൽ 5 കൊട്ടക്കാവടിക്ക് മധ്യത്തിലായി ബാൻഡ് മേളം അണിനിരക്കണം. വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 5 കൊട്ടക്കാവടി കഴിയുമ്പോൾ ഒരു ബാൻഡ് മേളം, അതിന് പിന്നിൽ കൊട്ടക്കാവടി. ഇങ്ങനെ ക്രമാനുഗതമായി മുന്നോട്ട് പോകണം. ജോസാൻ പാർട്ടിയുടെ ബാൻഡ് മേളം വേഗത വർദ്ധിപ്പിച്ച്. ആകാശം പ്രകാശമാനമാണ്, കാർമേഘങ്ങൾ മാറി വെൺമേഘങ്ങൾ. സെന്റർ പുലിക്കളി സമിതിയുടെ പുലിക്കളി. അരുൺ MS വിയൂർ സെന്റർ പുലിക്കളി സമിതിയുടെ അരുൺ MS വിയൂർ സെന്റർ പുലിക്കളി സമിതിയുടെ പുലിക്കളി. അരുൺ MS വിയൂർ സെന്റർ പുലിക്കളി സമിതിയുടെ പുലിക്കളി മേളം. കൊട്ടക്കാവടി തെയ്യം നിറവുൾപ്പെടെയുള്ള കലാരൂപങ്ങൾ നഗരത്തിലൂടെ മനോഹരമായ ഘോഷയാത്രയുമായി ഈ പുലിക്കളിയുടെ തൊട്ടുപിന്നിലായി സുഭാഷ് പട്ടാമ്പിയുടെ തിറ, പൂതൽ, മേളം, ഭൂമി വേഷം അണിനിരക്കണം. തമ്പോലം. അവന്റെ പിന്നിൽ വിശാൽ കോട്ടയത്തിന്റെ ജോക്കർ വേഷം. ഈശ്വര ആരാകിലെന്ന് പിടിയുള്ളവർ നോക്കി നിൽക്കുമെന്ന പോലെ വർണ്ണോജ്വലവും പ്രൗഢഗംഭീരവുമായ കണ്ണിനും കാതിനും നയനാനന്ദകരമായ സുന്ദരമായ ഈ മനോഹരമായ അന്തം ഘോഷയാത്ര നാടത്തിന്റെയും താളത്തിന്റെയും വാദ്യത്തിന്റെയും മേളത്തിന്റെയും ഘോഷത്തിന്റെയും വിജുസ്ഫുരണങ്ങളുമായി ഈ രാജനഗരത്തിന്റെ പരിപാവനമായ മണ്ണിലൂടെ ഇവിടെ തനതായ അന്തം ഘോഷയാത്ര കടന്നു വരികയാണ്. ഈ മരുമാതെ ഇടമില്ലാതെ ഇടകല്ലാതെ ഇടവേളകളില്ലാതെ തമ്പോലം വേദിക്ക് മുന്നിലൂടെ എത്തിയിരിക്കുന്നു. ഇപ്പോഴും ഘോഷയാത്രയുടെ പകുതി പോലും ഈ സ്ഫുരണങ്ങളായി ആർപ്പുവിളികളായി 10,000ങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നും ഉറക്കെ ഉറക്കെ ഈ നഗരം മുഴുവൻ ഉയരുകയാണ്.
അവതരിപ്പിക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.